വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവെടുത്ത് കോഴിക്കോട് ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി പ്രേമൻ പറന്നാട്ടിൽ. വിവിധ ഇനങ്ങളിലുള്ള 15ഓളം പച്ചക്കറികളാണ് ഗ്രോ ബാഗുകളിൽ ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. തക്കാളി, വെണ്ട, കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, കൊത്തമര, വഴുതന, മുളക്, ബ്രോക്കോളി, പടവലം, കയ്പ, മഞ്ഞൾ, ഇഞ്ചി, ചീര തുടങ്ങി 15ഓളം പച്ചക്കറികളാണ് പ്രേമന്റെ മട്ടുപ്പാവിൽ വിളവെടുപ്പിനായി നിൽക്കുന്നത്. ചകിരിച്ചോറ്, ചാണകം, കരിയില എന്നീ ജൈവവളങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിതമായ രീതിയിൽ കൃഷി ചെയ്തെടുക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആശയം. കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പാരാലീഗൽ വളണ്ടിയർ കൂടിയാണ് പ്രേമൻ പറന്നാട്ടിൽ. സംസ്ഥാന സർക്കാരിന്റെ ഒരു മുറം പച്ചക്കറി എന്ന മത്സരത്തിൽ സമ്മാനാർഹനായ ഇദ്ദേഹം ആലപ്പുഴ സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ ജൈവകൃഷിക്കുള്ള പ്രോത്സാഹന അവാർഡും നടന്ന 3 ലക്ഷം കൃഷിക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നടത്തിയ ജൈവകൃഷി മത്സരത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെ മേൽനോട്ടവും സഹകരണവും ലഭിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. ഈ പച്ചക്കറിയിലുള്ള കീടനാശിനികളുടെ അഭാവം മൂലം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പ്രചരണം എന്ന രീതിയിൽ പച്ചക്കറി സ്വന്തം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലെ പച്ചക്കറി വീടുകളിലേക്കുള്ളത് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഗതിയാണ്. പ്രദേശത്ത് വിവിധ സംഘങ്ങൾ നടത്തുന്ന കൂട്ടുകൃഷിയിൽ പങ്കുചേരുന്ന ഇദ്ദേഹത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. വീട്ടിലെ മട്ടുപ്പാവിലെ കൃഷിയിൽ സഹായിക്കാൻ ഭാര്യയും കൂട്ടിനുണ്ട്. വീടിന്റെ പേരായ സ്വപ്നം എന്നത് മുറ്റത്തെ വെർട്ടിക്കൽ ഗാർഡനിലും മനോഹരമായി തീർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KP നെടിയനാടിന്റെ കെടാവിളക്ക് എന്ന കവിതാ സമാഹാരം